സോ ഹേ ഗേൾസ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ സ്മാർട്ട് ബോയ് 2.0 നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ബസ് സിമുലേറ്ററിന്റെ നെക്സ്റ്റ് ഒരു വീഡിയോ ആണ് ഗൈസ്. ഓക്കെ നമ്മൾ ഇന്നത്തെ ഒരു വണ്ടി ഏതെന്ന് വെച്ചാൽ ഗൈസ് ഓക്കെ നമ്മുടെ റോബിൻ ബസ്. ഓക്കെ ഗൈസ് ഓക്കെ നമ്മുടെ റോബിൻ ബസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഗൈസ്. ഓക്കെ നമ്മുടെ പച്ച കളർ റോബിൻ ബസ് ഗൈസ്. ഓക്കെ ഗൈസ് നമ്മുടെ ബസ്സിന്റെ ലുക്കൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബസ്സാണ് ഗൈസ്. നമുക്ക് നമ്മുടെ വണ്ടി പതുക്കെ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ഗൈസ്. ഒക്കെ നമ്മുടെ റോട്ടിലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടി. പിന്നെ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കുന്നത് നമ്മുടെ മോഡ് മാപ്പാണ് ഗൈസ്. ഓക്കെ മോഡ് മാപ്പ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെയും. ഓക്കെ ഇപ്പോൾ നമുക്ക് ഇനി അവിടുന്ന് വണ്ടികൾ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്നാലും നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോകത്തുള്ളൂ. കാരണം ഒറ്റ വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഗൈസ് ഇവിടെ ആയിട്ട് ഉള്ളൂ ഗൈസ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പച്ച വണ്ടി കൂടെ പോയി കണ്ട് പതുക്കെ നമ്മുടെ വണ്ടി എടുക്കാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ പച്ച വണ്ടി പോയിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഏതായാലും അപ്പുറത്തൊന്നും വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഏതായാലും ഒരു വളവുണ്ട്. ഓക്കെ നമുക്ക് വളവ് പതുക്കെ വളയ്ക്കാം. ഓക്കെ ഇപ്പോൾ നമ്മൾ വളവെല്ലാം കാര്യങ്ങളും വളച്ചിട്ടുണ്ട് ഗൈസ്. ഒക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു മാപ്പ് ഓഫ് റോഡ് മാപ്പാണ് ഗൈസ്. ഓക്കെ ഭയങ്കരമായിട്ടുള്ള ഓഫ് റോഡ് മാപ്പാണ്. കുറച്ച് ടാസ്ക് ആയിട്ടുള്ള നല്ല നല്ല കിട്ടിലെ ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മാപ്പാണ് ഗൈസ്. ഓക്കെ ഗൈസ് ഇപ്പോൾ നമ്മുടെ റോഡിൽ കൂടെ ഓടിച്ചാൽ ഇപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞേ ഉള്ളൂ നമ്മുടെ ഓഫ് റോഡ് വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഒക്കെ നമ്മൾ ഇതോട്ട് കിടന്ന് ഗൈസ് കിട്ടിയില്ല ഹെയർ പിന്നുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഗൈസ് നമുക്ക് വളയ്ക്കാൻ പോലെ കുറേ നേരം എഴുതാൻ നമുക്ക് വളയ്ക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അതിക്കൂട്ട് വളവുകളാണ് ഗൈസ്. ഒക്കെ നമ്മുടെ ഈ ഒരു മാപ്പിൽ. ഓക്കെ ഇപ്പോൾ നമുക്കിനി നമ്മൾ വണ്ടി പതുക്കെ അങ്ങോട്ട് തുടങ്ങാം ഗൈസ്. ഒക്കെ നമ്മുടെ മാപ്പൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് സ്പീഡായിട്ടായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഗൈസ് കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഗൈസ്. ഓക്കെ ഇത് അപ്പം നമുക്ക് കുറച്ച് സ്പീഡാക്കണം വീഡിയോ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വളവാണ് ഗൈസ്. ഓക്കെ ഇത് പതുക്കെ വളയ്ക്കാൻ നോക്കാം. ഓ ഇത് വലിയ സീനിലെ വളഞ്ഞ് കയറി പോകുന്നുണ്ട് ഗൈസ്. ഒക്കെ നമ്മൾ ഇന്നത്തെ ഒരു വണ്ടിയുടെ വലിവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പതുക്കെ വണ്ടി കയറ്റാം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി പതുക്കെ അനങ്ങുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് കയറുന്നില്ല. നമുക്ക് ഒന്നുകൂടെ പുറകോട്ട് എടുത്ത് നൈസായിട്ട് ഒന്നുകൂടെ നോക്കാം. ഓ ഗൈസ് അങ്ങോട്ട് വലിയ അങ്ങോട്ട് കിട്ടുന്നില്ല ഗൈസ്. ഒക്കെ നമ്മുടെ വണ്ടി കുറച്ചുകൂടെ പുറകോട്ട് എടുക്കാം. ഓ ഗൈസ് നമ്മുടെ ടിപ്പറുകാരൻ വന്ന് ഇടിച്ചിട്ടുണ്ട് ഗൈസ്. ഒക്കെ നമുക്കിട്ട് ഓ സീനായല്ലോ. നമുക്ക് വണ്ടി ഫ്രണ്ടിലോട്ടും പോകുന്നില്ല ബാക്കിലോട്ടും പോകുന്നില്ലാത്ത അവസ്ഥയാണ്. നമുക്ക് നൈസായിട്ട് നമ്മുടെ ടിപ്പറുകാരനെ തള്ളിയിട്ടിട്ട് നൈസായിട്ട് നമുക്ക് പുറകോട്ട് എടുക്കും ഗൈസ്. ഒക്കെ നമ്മുടെ വണ്ടി ഓക്കെ താഴെ വീണാൽ മതിയായിരുന്നു. ഓ ഗൈസ് ഒക്കെ നമ്മുടെ ടിപ്പറുകാരൻ താഴെ വീണിട്ടുണ്ട്. നമുക്ക് ഇന്നോട്ട് ഒറ്റ കയറിൽ കയറ്റാം ഗൈസ്. ഓക്കെ 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 അപ്പോൾ നമ്മൾ നല്ല കറക്റ്റായിട്ട് വണ്ടി കയറ്റിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് നേരെ പോവാം. പിന്നെ അടുത്ത വളവ് അധികം താമസിക്കാതെ തന്നെ വരും. നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ നമുക്ക് സ്പീഡ് വണ്ടി ഓടിച്ച് പോവാം. അത്യാവശ്യം നല്ല വളവുകളൊക്കെ ഉള്ള വഴിയാണ് ഗൈസ്. ഓക്കെ ഓക്കെ നമ്മൾ രണ്ടാമത്തെ വഴി ഗൈസ്. ഓക്കെ ഈ ഒരു കാട്ടിൽ കയറിയിട്ട് കൊണ്ട് വീട് വെച്ചിരിക്കുന്നത്. പിന്നെ ഗൈസ് ഇവിടെ വളയ്ക്കാൻ വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നൈസായിട്ട് നമുക്ക് പതുക്കെ വളച്ചെടുക്കാമെന്ന് കേസേ ഉള്ളൂ. വലിയ സീനോ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ പതുക്കെ നമുക്ക് റിവേഴ്സ് എടുക്കാം. നമുക്ക് റിവേഴ്സ് എടുക്കാം. ഓക്കെ 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 പുറകിൽ നിന്നൊരു കാറുകാരൻ വന്ന് തട്ടിയിട്ടുണ്ട്. നമ്മൾ ആർക്കായിട്ട് തട്ടാനൊന്നും പോകുന്നില്ല. പുറകിൽ നിന്ന് വണ്ടിക്കാരും നമുക്കിട്ടാ ഗൈസ് തട്ടുന്നത്. ഏതായാലും വീട് വെച്ചിരിക്കുന്ന കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട് വീട് ഒക്കെ വെച്ചിരിക്കുന്നത്. ഓ നമ്മുടെ വണ്ടി വലിവ് അങ്ങോട്ട് കയറുന്നില്ല. ഓക്കെ വലിവ് അങ്ങോട്ട് കയറുന്നില്ല. വണ്ടി അങ്ങോട്ട് കയറുന്നില്ല ഗൈസ്. ഓക്കെ കയറട്ടെ വണ്ടി ഒന്നുകൊണ്ട് ആക്സിഡൻറ്റ് കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ 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 ഗൈസ് പതുക്കെ വണ്ടി കയറുന്നുണ്ട്. ഓ ഗൈസ് ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് കയറ്റിയിട്ടുണ്ട്. ഓഫ് മറി റിവേഴ്സ് വാ. ഓ ഗൈസ് ജസ്റ്റ് മിസ്സിട്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മറിഞ്ഞ് താഴെ കിടന്നേ നമ്മുടെ വണ്ടി. ഇതുപോലെ നമുക്കിനി പെട്ടെന്ന് വളച്ചു നൈസായിട്ട് പോയേക്കാം. ഓ ഗൈസ് ഒക്കെ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്. ഓഫ് പുറകോട്ട് എടുത്തേക്കാം. ഓക്കെ ഇനി നമുക്ക് പോവാം ഗൈസ്. ഇപ്പം നമുക്കിനി നേരെ പോവാം. ഓക്കെ ഗൈസ് ഓക്കെ ഇവിടെ കുറേ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. സംഭവം ഒന്നും നമുക്കറിയത്തില്ല. നമുക്കെല്ലാം പെട്ടെന്ന് പോവാം. നമ്മൾ ഓട്ടോയ്ക്ക് എത്തി നൈസായിട്ട് പോവാണ്. ഓക്കെ സ്പീഡിൽ പോകാനൊക്കെ പറ്റുമെന്ന് ചോദിച്ചാൽ വളവ് വരുമ്പോൾ നമുക്ക് നിർത്തേണ്ടി വരും. എല്ലാ സമയത്തൊക്കെ നമുക്ക് സ്പീഡിലൊക്കെ പോവാം. ഗൈസൊക്കെ നമുക്ക് പെട്ടെന്ന് വളച്ച് കയറ്റാവേ ഗൈസ്. ഇപ്പോൾ ഞാൻ ബ്രേക്കും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല. ഓഫ് ഗൈസ് നമ്മൾ നമ്മുടെ പുല്ലിൻ്റെ ഇടയിലോട്ടൊക്കെ കയറിപ്പോയി. നമുക്ക് നൈസായിട്ട് ഇനിയും പുറകോട്ട് പതുക്കെ എടുക്കാൻ നമുക്കൊന്നുകൂടെ പെട്ടെന്ന് കയറ്റാവേ. ഓക്കെ അപ്പോൾ നമുക്ക് സ്പീഡ് കയറ്റി പോവാം. ഓക്കെ ഗൈസ് ഇവിടെ പിന്നെ ഗ്രിപ്പ് കിട്ടുകൊണ്ട് പെട്ടെന്ന് വണ്ടി കയറിപ്പോയി. സൈഡിലൊരു ടിപ്പറുകാരനൊക്കെ മറിഞ്ഞ് കിടപ്പുണ്ട് ഗൈസ്. ഓക്കെ കുഴപ്പമില്ല നമുക്കെല്ലാം സ്പീഡിൽ പോവാം ഗൈസ്. ഇപ്പോൾ അടുത്തടുത്തായിട്ടാണ് ഗൈസ്. ഓക്കെ ഇപ്പോഴത്തെ വളവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇവിടെ ഗൈസ് ചെറിയൊരു സ്റ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി പതുക്കെ റിവേഴ്സ് എടുത്ത് പോവാം. ഗൈസ് ഇപ്പോൾ ഇവിടെ വളമൊക്കെ വെക്കാൻ നിങ്ങളുണ്ടോ ഗൈസൊക്കെ പോവാം. എസ് ഷേപ്പിലേക്കാണ് ഗൈസൊക്കെ നമ്മുടെ വളവും കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് പോവാം. ഓക്കെ. ചെറുതായിട്ട് സൈഡ് മറിഞ്ഞ് ഗൈസൊക്കെ ചെറുതായിട്ടൊന്ന് റിവേഴ്സ് എടുത്തിട്ട് പെട്ടെന്ന് പോവാം. ഓക്കെ സാർ, നമ്മൾ സ്പീഡിൽ എടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ അടുത്തൊരു വളവുണ്ട് ഇവിടെ. സ്പീഡ് വളവിനടുത്ത് കയറ്റാം. ഇവിടെ ഒരു ടിപ്പറുകാരനൊക്കെ പിന്നെയും പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് പതുക്കെ ഈ ഒരു വളവ് കുറച്ച് സീനാവുകൊണ്ട് നമുക്ക് നമ്മുടെ വ്യൂ ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നാലേ നമുക്ക് കറക്റ്റായി കയറുന്ന ഒരു കിട്ടത്തുള്ളൂ. ഓക്കെ വെച്ചപ്പോൾ നമുക്കിനി പെട്ടെന്ന് കയറ്റാം. നമ്മൾ മാക്സിമം ഈ ഒരു സൈഡ് പിടിച്ചാൽ കയറുന്നത്, എന്നാലേ ഇത് കയറത്തുള്ളൂ. ഓക്കെ. ഇപ്പം ടയർ രണ്ടെണ്ണം നിലത്ത് മുട്ടിയിട്ടുള്ളൂ. ബാക്കിലത്തെ ഒരു ടയർ മുട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വണ്ടി വലിഞ്ഞ് കയറുന്നതേ ഉള്ളൂ. ഓക്കെ. സോ വണ്ടി വലിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വണ്ടി കയറിയിട്ടുണ്ട്. നമുക്കിനി പതുക്കെ കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് പോവാം. ഇനി കയറുമെന്ന് അറിയത്തില്ല. ഒരു ഇച്ചിരി റിവേഴ്സ് എടുത്തിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് കയറ്റാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി കയറ്റിയിട്ടുണ്ട്. അതിൽ നമുക്കിനി പെട്ടെന്ന് അടുത്ത വളവിലോട്ട് പോകാം. ഈ റോഡ് മൊത്തം വളമാണ് ഗൈസൊക്കെ. പിന്നെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു റോബിൻ ബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്ത ഗൈസൊക്കെ. അതുപോലെ നിങ്ങൾക്ക് ഈ മോഡ് മാപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസൊക്കെ നിങ്ങൾ ഒരു ബ്ലൂ കളർ ഹാർട്ടോടെ കമൻറ്റ് ചെയ്തേരെ ഗൈസൊക്കെ. ഗൈസ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വളവുണ്ട്. നമുക്കിത് ഗൈസ് നമ്മൾ റോട്ടിൽ കൂടെ ഒന്നല്ല ഗൈസൊക്കെ നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം നമ്മൾ ഒരു തിട്ടിൻ്റെ മണ്ടേ കൂടെ കയറ്റി പോകുന്നു ഗൈസൊക്കെ. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. നമുക്കായാലും ഒന്ന് പുറകോട്ട് എടുത്തിട്ട് നൈസായിട്ട് കയറ്റാം. റോട്ടിൽ കൂടെ തന്നെ നൈസായിട്ട് വളച്ച് കയറ്റാൻ ഗൈസ്. ഓക്കെ. ഇപ്പോൾ നമുക്കിനി കറക്റ്റായിട്ട് ഫുള്ള് വളച്ചങ്ങോട്ട് കയറ്റിയേക്കാം. ഓക്കെ. ഇപ്പോൾ നമുക്കിനി ബാക്ക് എടുക്കാം. പതുക്കെ പുറകോട്ട് കുറച്ച് മതി ഗൈസ്. ഓക്കെ. ഒരുപാട് ഇപ്പോൾ നമ്മുടെ വണ്ടി താഴ്ത്തു വീഴും തെന്നി. ഓക്കെ. ഇപ്പോൾ നമുക്കിനി അതിൻ്റെ സ്പീഡ് കയറ്റി പോകാം. എന്നാലും ഇനി കറക്റ്റായിട്ട് വളച്ച് കയറ്റി പോകാം ഗൈസ്. ഓക്കെ. ഇവിടെ ചെറിയൊരു ഗ്രിപ്പിന് പ്രശ്നം ഇല്ല. ഗൈസ് നമ്മൾ നൈസായിട്ട് കയറ്റിയിട്ടുണ്ട്. ഓക്കെ. ഗൈസ് നമ്മുടെ റോബിൻ ബസ് കിടിലുമായിട്ടാണ് ഗൈസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് പോവാം. ഗൈസ് അപ്പോൾ അടുത്ത വളവും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഗൈസൊക്കെ നമ്മൾ ഇൻറ്റീരിയർ വ്യൂ വിട്ട് ഓടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് പുറത്തെ വ്യൂ ഇട്ട് ഓടിച്ചാൽ മതി ഗൈസൊക്കെ. അതാണ് എനിക്ക് തോന്നുന്നത് നല്ലതെന്ന്. കാരണം നമുക്ക് എല്ലാ സ്ഥലത്തും വളവാണ് ഗൈസൊക്കെ. ഗൈസ് അപ്പോൾ ഈ ഒരു വളവൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെ. ഓക്കെ. ഗൈസ് അപ്പോൾ നമുക്ക് അടുത്തൊരു വളവ് വരുന്നുണ്ട്. നമുക്ക് തൊട്ട് മണ്ടത്തെ റോട്ടിൽ കൂടെ വരെ പോകാനുള്ളതാണ് ഗൈസ്. ഓക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് മണ്ടേക്കൂടെ റോട്ടിൽ കൂടെ വരെ പോകാനുള്ളതാണ്. അപ്പോൾ ഏതായാലും അടുത്തൊരു വളവ് വന്നിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് വളയ്ക്കുന്ന വളവുകൾക്കാണ് കുറച്ച് സീനുള്ളത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് വളയ്ക്കുന്ന വളവുകൾക്ക് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. വളച്ച് കയറ്റാം. നമ്മുടെ വണ്ടിയിൽ ലുക്ക് നോക്കിക്കുന്ന സ്കിഡിലോന്ന് ഇപ്പം മാറി പൊറോട്ടെടുക്കും. ഓക്കെ. ഗൈസ് നമുക്കിനി പെട്ടെന്ന് അങ്ങോട്ട് കയറ്റാവേ. ഗൈസ് വണ്ടി അങ്ങോട്ട് കയറുന്നില്ല. കയറ്റി പൊറോട്ട് പോലും വണ്ടി പൊറോട്ട് പോവാണ്. പതുക്കെ ഫ്രണ്ടിലോട്ട് കയറ്റാം. നമ്മളാ ബ്രേക്ക് അങ്ങോട്ട് അഴിക്കുമ്പോഴത്തേക്കിങ്ങനെ പാറയുടെ ടൈപ്പ് ബ്രേക്ക് അങ്ങോട്ട് അഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയൊക്കെ പുറകോട്ട് പോകണം ഗൈസൊക്കെ. ഇതൊരു കയറ്റം കൂടി ആയതുകൊണ്ടാണ് ഗൈസൊക്കെ ഇത്ര സീന്. പതുക്കെ പുറകോട്ട് എടുത്തിട്ട് ഒറ്റടി കയറ്റാം ഗൈസൊക്കെ. ഓക്കെ. ഈ ഒരു കയറുമായിരിക്കണം. കയറി. ഓക്കെ. ഇപ്പോൾ നമുക്ക് നേരെ പോവാം. അത്യാവശ്യം നല്ല ടാസ്ക് ആണ് ഗൈസൊക്കെ ഈ ഒരു വളവുകളൊക്കെ വളയ്ക്കാനായിട്ട്. ഗൈസ് ഇപ്പോൾ ഏതായാലും ഒരാൾക്ക് എൻ്റെ അറിവ് വെച്ച് ഒരാൾക്ക് പോലും ഒറ്റയടിക്ക് വളവൊന്നും വളയ്ക്കാൻ പറ്റത്തില്ല. ഏതായാലും കുറച്ച് റിവേഴ്സും ബാക്കൊക്കെ എടുത്താലും അതായത് റിവേഴ്സും ഫ്രണ്ടൊക്കെ എടുത്താലും നമുക്ക് നൈസായിട്ട് വളയ്ക്കാൻ പറ്റത്തുള്ളൂ ഗൈസൊക്കെ ഈ ഒരു വളവും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ടാസ്ക് ആണ്. ഓക്കെ. ഇവിടെ ഒരു ചെറിയ ടാസ്ക് ആണ് വളയ്ക്കാൻ. കാരണം എന്ന് വെച്ചാൽ ഗൈസൊക്കെ ഇവിടെ നേരെയാണ്. അതായത് നമ്മൾ വളച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ നേരെ നമുക്ക് വളയ്ക്കേണ്ടി വരും ഗൈസൊക്കെ. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് നേരം കിടന്ന് ബാക്കും ഫ്രണ്ടും എടുത്ത് കളിച്ചാലേ നമുക്ക് വളയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇപ്പം നമ്മൾ മാക്സിമം ഫ്രണ്ടിലോട്ട് എടുക്കുന്നുണ്ട് ഗൈസൊക്കെ. നമ്മൾ ആ കുഴി വരെ ചാടിച്ച് നമ്മുടെ വണ്ടി. ഓക്കെ. അതുകൊണ്ട് സീനില്ല. ഓക്കെ. വളയ്ക്കാൻ പറ്റി. ഓക്കെ. വലിയ ഞാൻ ഉദ്ദേശിച്ച പോലെ വലിയ പാടില്ലായിരുന്നു ഗൈസൊക്കെ. അവിടെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വളയ്ക്കാനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഏതായാലും ഗൈസൊക്കെ അടുത്തൊരു വളവ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വളയ്ക്കാം. സിമ്പിളാന്ന് തോന്നുന്നു. സോ ഈ ഒരു വളവ് അത്യാവശ്യം സിമ്പിളാണ്. ഒന്ന് ബാക്ക് എടുത്തിട്ട് സ്പീഡിൽ വിളിച്ചാൽ മതി. ഓക്കെ.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വളവ് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ അടുത്തൊരു വളവ് വരുന്നുണ്ട്. ഇത് ടാസ്ക് ആണോ എന്ന് അറിയത്തില്ല. നമുക്ക് ഇന്ത്യ തന്നെ ഇട്ട് വളയ്ക്കാം. അങ്ങോട്ട് കയറി പോയിട്ടാണ് നമുക്ക് ബാക്ക് എടുക്കാം. ഓക്കെ, ഇനി സൈഡ് എടുക്കാം. ചെരി ഓക്കെ, ശരിയില്ല. നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഏതായാലും നമുക്ക് നേരെ ഓടിച്ച് പോകും ഗൈസ്. ഓക്കെ, അടുത്ത വളവ് ഇതൊരു ടാസ്ക് ആയിട്ടുള്ള വളവാണെന്നാണ് എൻ്റെ ഊഹം, ശരിയാണെങ്കിൽ. നമ്മുടെ വണ്ടി കയറുന്നില്ല ഗൈസ്. ഓക്കെ, ഈ വളവ് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കാം ഗൈസ്. ഓക്കെ, പറ്റുമെന്ന്. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് വ്യൂവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇതൊരു ലേശ ടാസ്ക് ആണ് ഗൈസ്. ഓക്കെ, ഈ ഒരു വളവ് വളയ്ക്കാനായിട്ട് നമുക്ക് അതിനെ ജസ്റ്റ് നോക്കാം. റിവേഴ്സ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫുള്ള് ഈ ഒരു സൈഡ് പിടിച്ചിട്ട് ഒറ്റ അടിക്കാൻ സൈഡിലോട്ട് പിടിക്കാം. അന്നേരം ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ബസ്സിൻ്റെ ലുക്കൊക്കെ നോക്കി സെറ്റാണല്ലേ. അപ്പോൾ നമുക്ക് വളച്ചിട്ട് ഒറ്റപ്പെടുത്തോണ്ട് പിടിക്കാതെ. ഓക്കെ, ചെറിയ ബാക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വളച്ച് കയറ്റാം. ഓക്കെ, നമ്മൾ നമ്മുടെ വണ്ടി എങ്ങനെ ഫ്രണ്ട് ബാക്ക് ഒക്കെ എടുത്ത് കയറ്റുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ടൈം ലാപ്സിലേക്ക് പോവാം. ചെറിയൊരു ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ വണ്ടി അടുത്തൊരു വളവാണ് ഗൈസ്. ഓക്കെ, ഈ ഒരു വളവൊന്നുകൂടെ വളച്ച് കഴിഞ്ഞാൽ ഗൈസ് ഒക്കെ നമുക്ക് നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്ത്യയിലുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഈ ഒരു വളവും കുറച്ച് ടാസ്കിനൊക്കെ കളിക്കാം. സിമ്പിളാണ്. ഓക്കെ ഗൈസ്, ഇത് കിടിലൊരു വളവ് ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, ആ ഒരു വളവ് വളയ്ക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടു ഗൈസ്. ഓക്കെ, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ്. ഓക്കെ, ഞാനത് വളച്ചത്. ആ ഒരു വളവ് വളയ്ക്കാനായിട്ട് ഗൈസ് ഞാൻ 5 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് വെച്ചാൽ പാകം. ഓക്കെ, ഇപ്പോൾ ആയാലും നമുക്കായാലും പെട്ടെന്ന് വളയ്ക്കാം. ഓക്കെ, നമ്മൾ വളച്ചിട്ടുണ്ട്. നമുക്ക് നേരം വണ്ടി ഓടിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്ഥലമാണ് ചോദിച്ചപ്പോൾ നമ്മുടെ വണ്ടി നിർത്തുന്ന സ്ഥലം. അതായത് ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇന്ന് നിർത്താൻ പോകുന്നത്. ഇനി ബാക്കി ട്രിപ്പിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടി റിവേഴ്സ് എടുത്തിടാം. അപ്പോൾ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് അങ്ങോട്ട് റിവേഴ്സ് എടുത്തിടാം ഗൈസ്. ഓക്കെ, നമുക്ക് റിവേഴ്സ് എടുത്തിടാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻസ് അനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ റോഡ് ടു 5K സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേരെ. ഓക്കെ, ബൈ.